Many saints do not know this work of God. പല വിശുദ്ധന്മാർക്കും ദൈവത്തിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് നല്ല തിട്ടമില്ല. So beloved, when you accepted Jesus Christ, when you have forsaken sinful ways, the next step is to enter into the testing place of God. എന്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളെ വിട്ടെറിഞ്ഞ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അടുത്തതായി പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ പരിശോധന വേളയിലേക്കാണ്. When the testing trial starts, you start crying, Lord, why all this happening to me? ദൈവത്തിന്റെ പരിശോധന ആരംഭിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കരയുക, കർത്താവേ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? I have forsaken sinful ways. ഞാൻ എന്റെ കഴിഞ്ഞകാല പ്രവൃത്തികളെല്ലാം വിട്ടല്ലോ. I stopped drinking. ഞാൻ മദ്യപാനം അവസാനിപ്പിച്ചല്ലോ. I stopped stealing. ഞാൻ മോഷണം നിർത്തിയല്ലോ. I stopped all evil conversations. എല്ലാ ദുർഭാഷണവും ഞാൻ എന്നേ അവസാനിപ്പിച്ചതാണ്. But then why this problem before me? പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? Brother, sister, this problem has started because you stopped all the evil things. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സകല അശുദ്ധികളെയും തടയാനു വേണ്ടിയിട്ട് because you have forsaken all the evil things, God started this problem. അതെ, ഇതെല്ലാം നിങ്ങൾ കളഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരിശോധന വന്നത്. Do you hear me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? How many of you understood that? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. No. So only those people who have understood only lift up their hands. മനസ്സിലാക്കിയവർ മാത്രം കൈവയ്ക്കിയാൽ മതി. See why the problems in your life started? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? Because you have forsaken your sinful ways, problems started. കഴിഞ്ഞകാല പാപത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ വിട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. Earlier you were walking with the world. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ലോകത്തോടു കൂടെ പ്രവർത്തിക്കുകയായിരുന്നു. You are walking with the world. ഈ ലോകത്തിൽ നിങ്ങൾ ലോകത്തോടു കൂടെ ജീവിക്കുകയായിരുന്നു. You are fulfilling the desire of your mind and the desire of your flesh. നിങ്ങൾ നിങ്ങളുടെ ജഡത്തിന്റെയും മനസ്സിന്റെയും ഇച്ഛകളെ നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. Now you stop that. ഇപ്പോൾ നിങ്ങൾ അതെല്ലാം നിർത്തി. Then why this trouble? പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, കഷ്ടതകൾ വരുന്നത്? Still in your flesh the seeds of these desires are hiding. എന്നാൽ ഇപ്പോഴും നിങ്ങളുടെ ജഡത്തിൽ ഈ ജഡത്തിൻ്റെതായ ഇച്ഛകൾ, അതിന്റെ അണുക്കൾ, അതിന്റെ വിത്തുകൾ ഇപ്പോഴും കിടക്കുകയാണ്. In order to remove the whole seeds and the roots of it, problems after problems comes before you. ജഡത്തിന്റെ പ്രവൃത്തിയുടെ വിത്തുകൾ സകലതും നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. So when this problem starts, some people start crying, God, where are you? അതേ, പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോൾ ചിലർക്ക് അറിയാൻ ആരംഭിക്കും, കർത്താവേ, അങ്ങ് എവിടെയാണ്? My dear friend, God is near you. എന്റെ പ്രിയ സഹോദര, ദൈവം താങ്കളുടെ അടുത്ത് തന്നെയുണ്ട്. Many people think that devil is attacking me. ചിലർ ചിന്തിക്കുന്നത് പിശാചിനോട് പോരാടുകയാണെന്നാണ്. My dear friend, as I told you in the morning, you are in the palm of the Lord. എന്റെ പ്രിയ സഹോദര, രാവിലെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ഉള്ളം കൈയിൽ നിന്നെ വഹിച്ചിരിക്കുകയാണ് ദൈവം. Satan can never come near you. അതേ, പിശാചിന് ഒരിക്കലും അവന്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിപ്പറിക്കാൻ സാധ്യമല്ല. He cannot come near you. അതെ, നിന്റെ അടുക്കൽ വരാൻ അവന് സാധിക്കത്തില്ല. As I told you in the morning, you are surrounded with 3 fence minimum. അതെ, 3 hedge. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും 3 വേലികൾ ദൈവം കെട്ടിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 വേലികൾ. For Job, 3 fence was there. ഇയ്യോബിന് ചുറ്റും ദൈവം 3 വേലികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. In the morning we discussed about that. രാവിലെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തല്ലോ. So the Old Testament saints, Job had 3 hedges around him. പഴയ നിയമം പറയുന്നു ഇയ്യോബിന്റെ ചുറ്റും 3 വേലികൾ ഉണ്ടായിരുന്നു എന്ന്. But for the born again children of God, the New Testament saints, not only 3 hedge, but an angel is also with you to take care of you. അത് എന്നാൽ പുതിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 3 വേലികൾ മാത്രമല്ല,
സ്വർഗത്തിലെ ദൂതഗണങ്ങൾ നിന്റെ കാവൽ ഭടന്മാരായിട്ടുണ്ട്. Always an angel is with you to take care of you. നിന്നെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ദൈവത്തിന്റെ ഒരു ദൂതൻ നിന്റെ കൂടെയുണ്ട്. Hebrew chapter 1 verse 13 and 14. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Hebrew chapter 1 verse 13 and 14. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. But to which of the angels said he at any time, sit on my right hand until I make thine enemies thy footstool? Are they not all ministering spirits sent forth to minister for them who shall be heirs of salvation? ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? Hallelujah. Praise the Lord. For all of us, even whether you are a poor or uneducated, even you do not know one word in English or you don't know how to write in Malayalam, still an angel is there to take care of you. നമുക്കെല്ലാവർക്കും, നിങ്ങൾ ആരുമാകട്ടെ, വിദ്യാഭ്യാസമില്ലാത്തവരോ ഉള്ളവരോ, ഇംഗ്ലീഷ് ഒരു വാക്കുപോലും പറയാൻ അറിയില്ലാത്തവനോ മലയാളം എഴുതാൻ അറിയില്ലാത്തവനോ ആകട്ടെ, അങ്ങനെയാണെങ്കിലും ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ ദൂതൻ കാവലായിട്ടുണ്ട്. Praise the Lord. That's why Jesus Christ said, if you say anything to this least of this man, their angel behold the face of God. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ചെറിയ ഒരു എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ ദൂതൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുഖം കാണുന്നവനായിട്ടുണ്ടെന്ന്. Hallelujah. Praise the Lord. So all of you are well protected people. നമ്മളെല്ലാവരും നന്നായി സംരക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. We are in the hands of the Lord Jesus Christ. കർത്താവായ യേശുവിന്റെ ഉള്ളങ്കരത്തിൽ അവൻ നമ്മെ വഹിച്ചിരിക്കുകയാണ്. That's why Jesus Christ said, nobody can pluck me out from my hand. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആർക്കും അവയെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ഒക്കത്തില്ല എന്ന്. So you are a protected person. അതുകൊണ്ട് താങ്കൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. Then why this trouble? പിന്നെ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്? Why this problem? എന്തുകൊണ്ടാണ് പ്രതികൂലങ്ങൾ വരുന്നത്? Family problem, കുടുംബ പ്രശ്നങ്ങള്, husband and wife problem, husband and wife problem, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങള്, children and parents problem, അതേ മാതാപിതാക്കന്മാരും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങള്, neighbors problem, അയൽക്കാരുടെ വിഷയങ്ങള്, office problem, ഓഫീസിലെ പ്രശ്നങ്ങള്, relatives problem, ബന്ധുക്കളെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള്, business problem, ബിസിനസ് പ്രശ്നങ്ങള്, so many problems. എവിടെയും ഒരുപാട് പ്രശ്നങ്ങളാണ്. Why? എന്തുകൊണ്ട്? God is testing you, trying you. ദൈവം നിങ്ങളെ ശോധന ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. Isaiah chapter 28 verse 16. യെശയ്യാവ് 28-16 വാക്യം. Isaiah chapter 28 verse 16. യെശയ്യാവ് 28-16. Therefore thus saith the Lord God, behold, I lay in Zion for a foundation a stone, a tried stone, a precious cornerstone, a sure foundation. He that believeth shall not make haste. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. Before trying you and me, our master Jesus Christ has already been tried. അത് നമ്മൾ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, Before we are tried, നമ്മൾ പരിശോധനയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ യജമാനനായ കർത്താവായ യേശുക്രിസ്തു പരിശോധനയിലൂടെ കടന്നു പോയവനാണ്. here the prophet Isaiah says, in Zion I lay a stone. അതെ, ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, സിയോനിൽ ഞാനൊരു മൂലക്കല്ലിട്ടിരിക്കുന്നു. And what type of stone? എങ്ങനെയുള്ള മൂലക്കല്ലാണത്? A tried stone, a sure foundation. അത് ശോധന ചെയ്ത കല്ലാണ്, അത് അടിസ്ഥാന കല്ലാണ്.